അപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മോ. ഇവിടെ നിക്കാൻ പറ്റില്ലടാ, ഇവിടെ നിക്കാൻ പറ്റില്ല. ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ എനിക്ക് ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇതാണ് ഗൈസ് മമ്മു. ആരാണ് മമ്മു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൊപ്പിയുടെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് മമ്മു. ഇനി അന്നേരം ഞാൻ തൊപ്പിയുടെ ഫാനൊന്നും അല്ല, പക്ഷെ ഇപ്പം ഈ ഒരു കാര്യത്തിൽ തൊപ്പി എടുത്ത തീരുമാനത്തിൽ ഞാൻ തൊപ്പിയുടെ ഫാൻ ആയിരിക്കുന്നു ഗൈസ്. ഞാൻ കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞു വരാം. അല്ല, മമ്മുവിന്റെ വിഷയം ഞാൻ എന്തുകൊണ്ടാണ് ഇത് എടുത്തത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വേറെ ഒന്നും അല്ല. ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും പറയേണ്ട, കാരണം ഈ ഒരു വിഷയത്തെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് ചർച്ചയായ കാര്യം തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ ഈ മമ്മുവിന്റെ ഒരു ഇന്റർവ്യൂ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂ കാരണം അവതാരികയും മമ്മുവും ആകെപ്പാടെ പെട്ടിരിക്കുകയാണ്. കാരണം ഉള്ളവര് മൊത്തം പിടിച്ച് അലക്കിയിരിക്കുകയാണ്. കാരണം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ചില കാര്യങ്ങൾ മറന്ന് അല്ലെ നിലമറന്ന് പെരുമാറി കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നു പോകുന്ന ചില കാര്യങ്ങൾ, അതായത് ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞു പോയ ഒരു അപവാദം കാരണം ഇപ്പൊ അനുഭവിക്കുന്ന രണ്ടുപേരും അനുഭവിച്ച കാര്യങ്ങളാണ് ഗൈസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അപ്പം തൊപ്പിയുടെ ഗ്യാങ്ങിൽപ്പെട്ട മമ്മു ഇന്ന് ആ ഗ്യാങ്ങിൽ ഇല്ലാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം അവന്റെ കയ്യിലിരിപ്പ് തന്നെ. അവന്റെ അറിയാൻ വയ്യാത്ത പ്രായമാണ് കാര്യം ശരി, എന്നിരുന്നാലും അവനൊന്ന് ചിന്തിക്കാമായിരുന്നു. 18 വയസ്സെങ്ങാണ് പ്രായമുള്ളൊരു കുട്ടിയാണ്. കുട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല, അവന്റെ കയ്യിലിരിപ്പിനാണ് ഞാൻ പറയുന്നില്ല, ഓക്കെ. എന്നിരുന്നാലും ഒന്ന് ചിന്തിക്കാമായിരുന്നു. 18 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയേക്കാൾ അധികം നമ്മൾ പറയേണ്ടത് അവരൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന നിലയിൽ അവന്റെ നിലമറന്നവൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ഗൈസ്. എന്നൊക്കെയാണ് ഞാൻ ആ കാര്യം ഇങ്ങോട്ട് വയ്ക്കാം. അപ്പൊ അതല്ലാതെ എനിക്ക് പറഞ്ഞില്ലേ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ ജനലിന്റെ അടുത്ത് അതെന്താ സംഭവം? ജനലിൽ എറിഞ്ഞ് വിളിക്കും, അതുപോലെ ഒളിഞ്ഞു നോക്കും കുളിച്ച്. അതാ പറയാൻ പറ്റുമല്ലോ. അപ്പൊ അതൊക്കെ ഏത് പ്രായത്തിലാണ് അങ്ങനെ? അതെല്ലാം അതായത് എനിക്ക് ബുദ്ധി പക്ഷെ എന്നാലും ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാം, ഒരു ക്യൂരിയോസിറ്റി, കാണാനുള്ള ഒരു തൊല. അവന്റെ ഈ ഒരു വർത്തമാനമാണ് ഗൈസ് ഇന്ന് അവൻ തൊപ്പി ഗ്യാങ്ങിൽ ഇല്ലാത്തതിന്റെ കാരണം. തൊപ്പി എന്ന് പറയുന്ന വ്യക്തി തൊപ്പി തന്റെ സബ്സ്ക്രൈബേഴ്സോട് പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ സത്യമാണെങ്കിൽ, അതിലെന്തെങ്കിലും നീതി ഉണ്ടെങ്കിൽ ഇന്ന് അവൻ ആ ഗ്യാങ്ങിൽ ഇല്ല. കാരണം കഴിഞ്ഞ ദിവസം ലൈവിൽ വന്ന് തൊപ്പി അവനെ പുറത്താക്കി ഗൈസ്. അപ്പൊ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്ക് തൊപ്പി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊന്ന് കണ്ടിട്ട് ബാക്കിയിലേക്ക് വരാം. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അമ്മോ. ഞാൻ പറയട്ടെ, ഒരു നല്ല ബോർഡിങ്ങിൽ ഞാൻ ആക്കി തരാം. ഞാൻ ചെലവെല്ലാം ഞാൻ നോക്കിക്കോളാം. ബോർഡിങ് ഇവിടെ നിൽക്കാൻ പറ്റില്ലടാ, ഇവിടെ നിൽക്കാൻ പറ്റില്ല. പറഞ്ഞ കാര്യം എന്താ അറിയോ, ഇവിടെ ഒരു തെറ്റോ ചെയ്തതിന് നമ്മൾ കൂട്ട് നിൽക്കല്ല വേണ്ടത്. നമ്മളെ ടീമാണ്, ശരിയാണ്, ഗാങ്ങാണ്, ഫാമിലി പോലെ കഴിയുന്നത്. പക്ഷെ ഒരു തെറ്റ് ഒരാളെ കൊന്നിട്ട് ഞാൻ പറയുന്നത് ഇല്ല, അങ്ങനെ അപ്പൊ അത് തന്നെയാണ് ഗൈസ് കറക്റ്റ്. അന്നേരം എന്തൊക്കെയാണ് സ്വന്തം സബ്സ്ക്രൈബേഴ്സോട് നീതി പുലർത്തുന്ന ആളായതിന്റെ പേരിൽ, അതായത് അദ്ദേഹത്തിന്റെ ഇമേജിനെ അത് ഒരു രീതിയിൽ ബാധിക്കരുത്. കാരണം മമ്മു എന്ന് പറഞ്ഞ വ്യക്തി ആ ഇന്റർവ്യൂവിൽ എത്തിപ്പെടാൻ തന്നെ കാരണക്കാരനായ വ്യക്തിയാണ് ഈ തൊപ്പി എന്ന് പറഞ്ഞ വ്യക്തി. ഗൈസ്, ഇതിന് തൊപ്പി ആ ചെയ്തതിനോട് തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിലയും അയാളുടെ ഭാവി ഓർത്തു കഴിഞ്ഞാൽ അയാൾ ആ ഒരു തീരുമാനം എടുത്തത്. കാരണം അയാളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അഭിപ്രായം ചോദിച്ചതിന് ശേഷം അയാൾ എടുത്തൊരു തീരുമാനമായിരുന്നു അത്. ആ മമ്മുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആ ഒരു പ്രായത്തിൽ അവന് സംഭവിച്ച, അല്ലെങ്കിൽ അറിയാൻ വയ്യാത്തൊരു പ്രായത്തിൽ സംഭവിച്ച ഒരു കാര്യം, അത് എന്താ വെച്ചാൽ അങ്ങേയറ്റം ക്രൈമായിട്ടുള്ള ഒരു കാര്യം വന്നൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അവനിന്ന് നിൽക്കുന്ന നിലയും വില അവന് എന്തറിയില്ല, അവന്റെ ആ ഒരു പ്രായത്തിന്റെ ആയിരിക്കും അവനത് ഓർക്കാൻ പറ്റിയില്ല, അവനങ്ങനെ പറഞ്ഞു പോയി. പക്ഷെ ഇതിനേക്കാൾ ഉപരി ഏറ്റവും വലിയ അപരാധം ചെയ്ത ഒരു ടീമുണ്ട്, അത് ഞാൻ ഇങ്ങോട്ട് പറയാം നിങ്ങൾക്ക്. ഇതിന് പ്രധാനപ്പെട്ട കാരണക്കാരായ ഒരു പക്ഷേ എന്നിരുന്നാലും ക്ഷമിക്കാമായിരുന്നു. ആ ഒരു ചാനലിന്റെ വെറൈറ്റി മീഡിയ എന്ന് പറഞ്ഞ ചാനലിന്റെ, അല്ലെങ്കിൽ ആ ഒരു ചാനലിന്റെ അഭിമുഖം നടത്തിയ ഒരു ചാനലിന്റെ അണിയറ പ്രവർത്തനം അവന്മാര് കാണിച്ചൊരു പ്രവർത്തി നോക്ക്. റീച്ചിന് വേണ്ടി ആ ഒരു പൊട്ടത്തരം വരെ എടുത്ത് വിറ്റ് അവന്റെ ഒരു പ്രായത്തിന്റെ തിളപ്പിന്റെ ഭാഗമായിട്ട് അവനങ്ങ് പറഞ്ഞു പോയി, ഓക്കെ. എന്നിരുന്നാലും അവർക്ക് ആ ഒരു അവതാരിക എന്ന് പറഞ്ഞ വ്യക്തിയെ ഒന്ന് ആലോചിച്ച് നോക്കല്ലേ. എന്തൊക്കെയാന്ന് പറഞ്ഞാലും ഒരു അവതാരിക ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു മാപ്പ് വീഡിയോ ഉണ്ട്, മാപ്പ് പറഞ്ഞുകൊണ്ട്, പബ്ലിക്കിന് മുമ്പിൽ മാപ്പ് പറഞ്ഞുകൊണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ സോറി പറയാൻ വൈകിപ്പോയി എന്ന് എനിക്കറിയാം. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവിൽ വലിയൊരു, അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുന്നുണ്ടായി. അത് ഒരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിന് ഇന്ററാക്ട് ചെയ്യേണ്ടതെന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പൊ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. ഇത്രയും വിഷയമായതിനു ശേഷമാണ് ആ ഒരു സ്ത്രീ വന്ന് മാപ്പ് പറയുന്നത്. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും അവർക്ക് ആ ഒരു തീരുമാനം തോന്നിയതിൽ വലിയ കാര്യം. കാരണം ഇത്രത്തോളം ഇഷ്യൂ ആയത്, സോഷ്യൽ മീഡിയ ഇത്രത്തോളം ഇഷ്യൂ ആയി കണ്ടതുകൊണ്ട്, അങ്ങേയറ്റം ചെറ്റത്തരമായ കാര്യം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരു അയാളെ സംബന്ധിച്ചിടത്തോളം പോട്ടെ, എന്നാൽ ഇത്രയും പ്രായപൂർത്തിയായ ഒരു വ്യക്തി എന്ന നിലയിൽ അവർക്ക് അങ്ങേയറ്റം ബോധമില്ലാതെ പെരുമാറിയതിനെ ക്ഷമിക്കാൻ പറ്റാത്ത തന്നെ ഒരു കാര്യമാണ്. എന്തൊക്കെ അല്ലേ, ഒരു സ്ത്രീ ആയിരിക്കെ ഇപ്പോഴെങ്കിലും മാപ്പ് പറഞ്ഞത് നല്ല കാര്യം. എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ആ സ്ത്രീ പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും
പറഞ്ഞു പോയ കാര്യത്തിൽ അല്ലെ, പറഞ്ഞു പോയതും റിയാക്ട് ചെയ്തത് അല്ലെങ്കിൽ ഒരു വ്യക്തി പറഞ്ഞ വാക്കിനോട് റിയാക്ട് ചെയ്തതുകൊണ്ട് അവരും അതിൽ പെട്ടുപോയി എന്നുള്ള കാര്യം അല്ലെ. അതാണ് നമ്മൾ പറയുന്ന വാക്കും കൈവിട്ടായത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം. എത്ര ചെറിയ പ്രായമാണെന്ന് പറഞ്ഞാലും ഒരുപക്ഷെ ഒരു നിമിഷം മതി നമ്മുടെ വായിലിരിക്കുന്ന, അല്ലെങ്കിൽ തെറ്റെന്ന് പറഞ്ഞാൽ ആർക്കും സംഭവിച്ചു പോവാം. പക്ഷെ പണ്ട് എപ്പോഴോ സംഭവിച്ച ഒരു കാര്യം പിന്നീട് വന്ന് വിളിച്ചു പറഞ്ഞതോടുകൂടി അവൻ ഇന്ന് അവന്റെ തൊപ്പി ചെയ്ത കാര്യത്തിൽ, തൊപ്പി സ്വന്തം സബ്സ്ക്രൈബേഴ്സിനോട് ചെയ്ത കാര്യം സത്യമാണെങ്കിൽ ഇന്ന് അവൻ ആ ഗ്യാങ്ങിൽ നിന്നും പുറത്തായി ഈ ഒരു സ്ത്രീക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരികയും ചെയ്തു അല്ലെ. അവര് മാപ്പ് പറഞ്ഞ കാര്യം ശരിയാണ് അല്ലെ. എന്നിരുന്നാലും അത്രയും ഒരു പക്വതയേറിയ ഒരു സ്ത്രീ എന്ന നിലയിൽ അവര് അതിനെ സപ്പോർട്ട് ചെയ്ത് അന്നേരം എന്താണ് പറയുക, അവര് പറഞ്ഞ വാക്കുകൾ ഞാൻ പ്രത്യേകമായിട്ട് ഞാൻ പറയുന്നില്ല. അവര് പറഞ്ഞ വാക്ക് അത് അങ്ങേയറ്റം ഒരിക്കലും ഒരു സ്ത്രീ സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം എല്ലാവരും ഒരു ഉറക്ക പറഞ്ഞ കാര്യമാണ്, പൊറുക്കാൻ പറ്റാത്ത കാര്യമാണ്. എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോഴെങ്കിലും ക്ഷമ പറഞ്ഞതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും. ഓക്കെ പോട്ടെ. അപ്പൊ നമുക്ക് ഇന്നത് പറയാനായിട്ട് മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഇരിക്കുന്ന നില മറന്ന് അല്ലെ, നമ്മൾ ഒരു വാക്കുമതി ചിലപ്പോ നമുക്ക് ആ ഒരു സ്ഥാനവും ആ ഒരു നിലയൊക്കെ തെറ്റിപ്പോവാൻ അല്ലെങ്കിൽ ഇല്ലാതെയാവാൻ. അപ്പൊ ഗൈസ്, എനിക്ക് പ്രത്യേകമായിട്ട് ഇന്നത് പറയാനായിട്ടുള്ള തെറ്റ് ആരുടെ ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അങ്ങേയറ്റം എന്തായാലും പറഞ്ഞവനും ആ കേട്ടിരുന്ന് പ്രവർത്തിച്ച റിയാക്ട് ചെയ്ത വ്യക്തിയെക്കാട്ട് ഉപരി ഈ ഒരു കാര്യം എഡിറ്റഡ് സാധനമാണല്ലോ അല്ലെ, എഡിറ്റഡ് സാധനമാണിത്. എന്നിട്ടും ഈ ഒരു സാധനം റീച്ചിന് വേണ്ടിയിട്ട് ഇറക്കി വിടുക എന്ന് ആലോചിച്ചു, ആ മീഡിയക്കാരുടെ ഒരു മനോഭാവം ഒന്ന് ആലോചിച്ചു നോക്കല്ലേ. അതിനകത്ത് അവരും 80% തെറ്റ് അവരുടെ ഭാഗത്താന്ന് പറയും. കാരണം ഈ ഒരു കാര്യം അങ്ങേയറ്റം എഡിറ്റിംഗ് കഴിഞ്ഞിട്ട് വിടുന്ന ഒരു സാധനം അല്ലെ, പ്രേക്ഷകർ എങ്ങനെ എടുക്കും എന്നിവർക്ക് തന്നെ അറിയാൻ പറ്റും. എന്തിനും റീച്ച് കയറി പോട്ടെ എന്ന് കരുതി അങ്ങേയറ്റം അതിനെ അത്രത്തോളം ലാഘവത്തോടെ വിട്ട അവരുടെ ഭാഗത്ത് തന്നെ 80% തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റും. വാവിട്ട വാക്കും കൈവിട്ടായതും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.